തലസ്ഥാന നഗരം തിരുവനന്തപുരത്തിൻ്റെ വികസനം, തിരുവനന്തപുരം ഏത് രീതിയിൽ മാറേണ്ടതുണ്ട്? ഒരു വികസന മുരടിപ്പ് ഇന്നും തലസ്ഥാന നഗരിയിൽ ഇത്രയേറെ കാലം പിന്നിട്ടിട്ടും തലസ്ഥാന നഗരിയിലുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഇന്ന് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് ശ്രീ എസ്.എൻ. രഘുചന്ദ്രൻ നായർ. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട്, വികസന മുരടിപ്പ് ഇന്നും പല ഭാഗങ്ങളിലുമുണ്ട്. കാരണം അത് എന്തൊക്കെയായാലും നമുക്കത് പറയാൻ അല്ല എന്നൊരു വികസനത്തിൻ്റെ കുതിപ്പിലേക്കാണ് പോകുന്നതെന്ന് അങ്ങനെ കണ്ണടച്ച് നമുക്ക് പറയാനും സാധ്യമല്ല. പക്ഷേ ഇനിയും എത്രയോ മുന്നേറാനുണ്ട്. പക്ഷേ നിലവിലെ അവസ്ഥയിൽ എത്രത്തോളം മാറിയിട്ടുണ്ട് തലസ്ഥാനം? തിരുവനന്തപുരത്തിൻ്റെ വികസനം നമ്മളിപ്പം എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് റൈസിങ് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം വികസിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. പക്ഷേ വികസനം നമ്മൾ കാണാനായിട്ടുള്ള സാഹചര്യം ഇതുവരെ എത്തിയിട്ടില്ല. വികസനം വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള ഇപ്പം ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ടത് മൾട്ടി ആയിട്ടുള്ള മൊബിലിറ്റി ഹബ്ബാണ് നമ്മൾ ബേസിക്കായിട്ട് നോക്കുന്നത്. സിറ്റി എന്ന് പറയുമ്പം ഒരു മൊബിലിറ്റി ഹബ്ബ് വരുമ്പോൾ മാത്രമേ സിറ്റി ഫുള്ളാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി വരുന്ന പല കാര്യങ്ങളുണ്ട്. അതിന് പറഞ്ഞാൽ വേണ്ട സ്ഥലത്ത് ഫ്ലൈ ഓവേഴ്സ് വരിക, റോഡ് വീതി കൂട്ടുക, ജംഗ്ഷൻസ് വീതി വലുതാക്കുക. അതൊക്കെ ഇപ്പം എനിക്ക് നേരത്തെ ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ, നേരത്തെ ഇരുന്ന സർക്കാരൊക്കെ ഇതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വിട്ടിട്ടുണ്ട്. അതിനി തുടങ്ങി വിട്ടിട്ടേ ഉള്ളൂ, ഇത് പൂർത്തീകരിക്കണം. അപ്പോൾ അത് കൂടാതെ നമുക്ക് വേണ്ടി വരുന്നത്, തിരുവനന്തപുരത്തിന് വേണ്ടി വരുന്ന ഒരു മേജറായിട്ടുള്ളൊരു കാര്യം അന്നും ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെട്രോ ആണ്. അപ്പം മെട്രോയുടെ കാര്യം വന്നപ്പം നമ്മൾ മനസ്സിലാക്കിയത് മധുരയും കോയമ്പത്തൂരും പോപ്പുലേഷൻ്റെ ഒരു കാൽക്കുലേഷനിലാണ് അവർ പോകുന്നത്. അപ്പം പോപ്പുലേഷന് ഇത് നോക്കുമ്പം 20 ലക്ഷം ആൾക്കാരില്ല. അതുകൊണ്ട് മധുരയും കോയമ്പത്തൂരും അവർ ആ പ്രോജക്റ്റ് അവർ ഹോൾഡ് ചെയ്തു. തിരുവനന്തപുരത്തിനും അത് അങ്ങനെ വരാനുള്ള സാധ്യത വന്നിട്ടിരിക്കുക ഇപ്പം. പക്ഷേ തിരുവനന്തപുരത്തിന് 20 ലക്ഷം പേര് ട്രാവൽ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ കൊച്ചിൻ റെയിൽ മെട്രോ കോർപ്പറേഷനായിട്ട് സംസാരിച്ചപ്പം, കൊച്ചിൻ മെട്രോ റെയിൽ കോർപ്പറേഷനായിട്ട് സംസാരിച്ചപ്പം ശ്രീ ലോക്നാഥ് ബെഹ്റയായിട്ട് സജസ്റ്റ് ചെയ്തു, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ആറ്റിങ്ങൽ മുതൽ നെയ്യാറ്റിൻകര വരെ ഒരു പ്രപ്പോസൽ പോകണം. അപ്പോൾ ആ ആറ്റിങ്ങൽ മുതൽ നെയ്യാറ്റിൻകര ഒരു മെട്രോ പോയി കഴിഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ചില പരിധികളുണ്ട്. ആ പരിധിയെ നമ്മൾ പാലിക്കാൻ പറ്റും. നമുക്ക് 20 ലക്ഷം പേരെ കാണിക്കാനും പറ്റും. അത്രയും യാത്രക്കാരും ഉണ്ട്. അപ്പോൾ അത് ഏതായാലും അവർ അതിനനുസരിച്ച് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ഒന്ന് മാറ്റാം. അതിനെ ഒന്ന് കുറച്ച് മാറ്റി അത് കഴിഞ്ഞിട്ട് വേണം DPR ആയിട്ട് ഇനി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആ DPR തയ്യാറാക്കണം. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഏതായാലും ഇത് മിസ് ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്ന സർക്കാർ ഇതിന് ഊന്നൽ കൊടുത്ത് തന്നെ പോകണം. കാരണം കാലാകാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത്, ഇപ്പോൾ എത്രയോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞ് മെട്രോ ഇപ്പം വരും എന്ന് പറഞ്ഞാൽ മെട്രോ വരാറില്ല. കാര്യം ഉടനെ പറയും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ അലൈൻമെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഏത് വഴി പോകണം. ഇനി അതിൻ്റെ ഒരു തർക്കമൊന്നും വേണ്ട. ഇപ്പോൾ ഒരു മെട്രോയുടെ ഒരു അലൈൻമെൻറ്റ് അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ആറ്റിങ്ങൽ ടു നെയ്യാറ്റിൻകര കൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച ഇരിക്കുന്ന റൈഡർഷിപ്പ് അതിനകത്ത് വരും. അപ്പോൾ 20 ലക്ഷം ആൾക്കാർ പോപ്പുലേഷൻ ഉണ്ട്. നമ്മൾ അടുത്തൊരു കാര്യം ഞാൻ പറയുന്നത്, തിരുവനന്തപുരത്തിൻ്റെ സിറ്റി മാറി മെട്രോപൊളിറ്റൻ സിറ്റി മാറേണ്ട സമയമായി. 10 ലക്ഷം മുകളിലുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ട്. 2 പഞ്ചായത്ത് അടുത്തുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയായിട്ട് ചിത്രീകരിച്ചാൽ മാത്രമേ നമുക്ക് മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഉള്ള ചില ബെനിഫിറ്റ്സ് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഒരു മേജറായിട്ടുള്ള ഒരു ഡിമാൻഡാണ് ഞങ്ങളുടെ ഭാഗത്ത്. കാരണം ഞങ്ങളിപ്പോൾ അത് എത്തി നിൽക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ 2014 സെൻസസ് ആണ് പറയുന്നത്. നമ്മളിപ്പം 14 വർഷം കഴിഞ്ഞു. 14 വർഷം കഴിഞ്ഞിട്ട് 2014 സെൻസസും പറഞ്ഞ് അതിൻ്റെ ഒരു ഫിഗേഴ്സ് വെച്ച് നമ്മൾ സംസാരിക്കുക. ഒരിക്കലും നമുക്ക് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ഫിഗേഴ്സ് ഇല്ല. അപ്പം നമുക്ക് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ SIR ഒക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വോട്ടറിൻ്റെ ഇത് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ പോപ്പുലേഷൻ വെച്ച് കൗണ്ട് ചെയ്യുമ്പം എനിക്കൊന്ന് പുതിയ സെൻസസ് തന്നെ വന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പം ആ സെൻസസ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ്റർപ്ലോയിറ്റ് ചെയ്തിട്ട് നമുക്ക് പോപ്പുലേഷൻ്റെ അത്രയും പോപ്പുലേഷൻ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് തന്നെ പദ്ധതിയിൽ വരേണ്ട സമയമായി. പിന്നെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഇപ്പം BJP ഭരണത്തിൽ വന്നു. അവരുടെ ഭാഗത്ത് അവർ പറയുന്നു ഈ വന്നിരിക്കുന്ന ഒരു മാസത്തിൻ്റെ, അതായത് 45 ദിവസത്തിൻ്റെ അകത്ത് പ്രധാനമന്ത്രി വരുന്നു. എന്തായാലും ഒരു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പം ചുമ്മാ ഒരു ഓടയ്ക്ക് കല്ലിടാനോ അല്ലെങ്കിൽ ഒരു ഫ്ലൈ ഓവറിന് കല്ലിടുന്ന കാര്യം പറയാനല്ല ഞങ്ങളുടെ ഭാഗത്ത് നമുക്ക് നന്നായി അറിയാം. കാരണം അത് ബിഗ് ടിക്കറ്റ് അനൗൺസ്മെൻറ്റ്സ് തന്നെ വരണം. അപ്പോൾ ബിഗ് ടിക്കറ്റ് അനൗൺസ്മെൻറ്റ്സ് വരുമ്പോൾ നമ്മൾ കാണേണ്ടത്, നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന 2-3 കാര്യമാണ്. ഒന്ന്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്നാന്ന് പറഞ്ഞു, തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചെടുത്താൽ ഞാൻ ഉറപ്പ് തരുന്നു, തിരുവനന്തപുരത്ത് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടെ സ്ഥാപിക്കുന്നതിന് ഞാൻ ഉറപ്പ് തരുന്നതാണ് ആ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് പറഞ്ഞത്.
ഇപ്പോൾ അവർ ഭരണത്തിൽ വന്നു ഈ വാക്ക് പാലിക്കുക. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരത്ത് വരണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പറയുന്നത്, നമ്മൾ ഹൈക്കോടതി ബെഞ്ച് കാലാകാലങ്ങളായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ പറയുന്നത് പുതിയ ഹൈക്കോടതി ബെഞ്ച് ചോദിക്കുകയല്ല, നമ്മൾ ചോദിക്കുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഹൈക്കോടതി ബെഞ്ചാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹൈക്കോടതി ബെഞ്ച് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് നിന്നുപോയി. തിരിച്ച് ആ ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിപ്പിക്കുക, അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ പക്ഷം നമുക്ക് ആക്ച്വലി നമ്മൾ സത്യം പറഞ്ഞാൽ ഹൈക്കോർട്ട് തന്നെ ഇവിടെ തന്നെ വരേണ്ട സ്ഥലമാണ്. കാരണം എല്ലാ ക്യാപിറ്റൽ സിറ്റിയിലും ഹൈക്കോർട്ടുണ്ട്. കാര്യം അത് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യം വെച്ച് നമ്മൾ അന്ന് ട്രിവാൻഡ്രം, കൊച്ചി, മലബാറിൻ്റെ ഒരു ധാരണയുടെ ഭാഗമായിട്ട് തലസ്ഥാനം ഇവിടെയും ഹൈക്കോടതി അവിടെ ആണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് പോയിരിക്കുന്നത്. ആ അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ നിൽക്കട്ടെ. എന്നാലും പക്ഷേ ഹൈക്കോടതി ബെഞ്ച് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് എന്തായാലും തിരിച്ച് പുനഃസ്ഥാപിക്കുക. ഇതാണ് സെക്കൻഡ് ഡിമാൻഡ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് പദ്ധതിയിൽ വന്നു. ഇതിനുള്ള വേണ്ടി വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേ കണക്ടിവിറ്റി, ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, ഔട്ടർ റിംഗ് റോഡ്, ഈ വന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് വന്നാൽ മതി. അടുത്ത 5 ഇപ്പോൾ റെയിൽവേ അത് അണ്ടർഗ്രൗണ്ട് പാതയാണ് അവർ പറയുന്നത്. അപ്പം വിഴിഞ്ഞം മുതൽ ബാലരാമപുരത്ത് പോകുന്ന ഒരു റെയിൽവേ ലിങ്കാണ് പറയുന്നത്. ആ റെയിൽവേ ലിങ്ക് 9.7 കിലോമീറ്റർ ഉണ്ട്. ഇത് അണ്ടർഗ്രൗണ്ട് നമ്മൾ ഭൂമിയുടെ അടി കൂടെ പോകുന്ന ഒരു പാതയിലാണ് പോകുന്നത്. അത് ഏകദേശം മിനിമം 5 ഇയേഴ്സ് വേണം. അപ്പോൾ 5 വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കാനായിട്ടുള്ള സംവിധാനം ഇപ്പോഴേ തുടങ്ങണം. അതിന് ടെൻഡർ കൊടുത്തിരിക്കണം, പണി തുടങ്ങണം. കൂടാതെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതിനുള്ള ഫണ്ട് അലൊക്കേഷൻ. ഇപ്പം പുതിയതായിട്ട് ഇപ്പം പെട്ടെന്ന് വന്ന് പറയുന്നു, ഇപ്പോൾ പുതിയ ഒരു നാഷണൽ ഹൈവേ വരുന്നു, നാഷണൽ ഹൈവേ 866. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹൈവേ ആണോ ഈ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ അതുമായിട്ട് ലിങ്ക് ചെയ്യണോ, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുക. അവിടെയുള്ള നാട്ടുകാർ മൊത്തം പ്രശ്നത്തിരിക്കുക. അവരെല്ലാം ഏകദേശം എല്ലാം ഒത്തു വന്ന് റെഡിയായി അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷനും ആശ്വാസങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്ഥലത്ത് വന്നപ്പം പെട്ടെന്ന് കാണാൻ ഒരു ചേഞ്ച് വന്നിട്ട് ഇപ്പോൾ ടോട്ടലായിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. അത് ഗവൺമെൻറ് ഒരു ക്ലാരിറ്റി വരുന്നു. അപ്പം പ്രധാനമന്ത്രി വരുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി വരുത്തി, ഇതായിരിക്കും ഞങ്ങളുടെ വേ ഫോർവേഡ്. ഇത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് അതാണ്. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം റെയിൽവേ നെറ്റ്വർക്കിംഗ്. ഇപ്പോൾ നമുക്കിവിടെ കേരളത്തിലുള്ള റെയിൽവേ നെറ്റ്വർക്കിനകത്ത് ചിലപ്പോൾ ഒരു വന്ദേ ഭാരത് കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ഭാഗത്തോടെ റിക്വസ്റ്റ്. കാരണം ഇപ്പം കേരളത്തിലെ വന്ദേ ഭാരത് ഫുള്ളായിട്ട് പോവുക. ഒരു വന്ദേ ഭാരതും കൂടെ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ആ കായംകുളത്തുള്ള സിഗ്നലിംഗ് സിസ്റ്റം വരണം. എറണാകുളം ആലപ്പി ടു എറണാകുളം വരെ ഡബിളിംഗ് പൂർത്തീകരിക്കണം. ഇത് വരുമ്പോൾ ആ റൂട്ട് വഴി പോകുമ്പോൾ നമ്മൾ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ട്രെയിൻ കൂടെ സ്ലോട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സ്ലോട്ടിൽ കിടക്കുക. കൂടാതെ നമുക്ക് തമിഴ്നാട്ടിന്, അതായത് തിരുവനന്തപുരത്തിന് നാർവേയിൽ പോകുന്ന ഇപ്പോൾ ഡബിളിംഗ് നടന്നുകൊണ്ടിരിക്കുക. അത് ഈ വർഷം തീരുമെന്നാണ് പറയുന്നത്. തീർന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എനിക്ക് തോന്നുന്നു നമുക്ക് ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ട്രെയിന് ഈ പാതയിൽ കൂടെ പോകാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നാർവേയിൽ വരെ വരുന്ന വന്ദേ ഭാരത്, ചെന്നൈ വന്ദേ ഭാരത്, അതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് പുതിയ ട്രെയിന് ബാക്കിയുള്ള നഗരങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു വന്ദേ ഭാരത്, അല്ലെങ്കിൽ വന്ദേ ഭാരത് മെട്രോ, വന്ദേ ഭാരത് സ്ലീപ്പർ എന്ന് പറഞ്ഞ് 3-4 കോൺസെപ്റ്റ് ഉണ്ട്. അതെല്ലാം ഈ റൂട്ടിലേക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. സിറ്റിക്കകത്ത് നമ്മൾ നോക്കുമ്പം IT-യിലകത്ത് നമ്മളിപ്പം അത് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ സർക്കാർ വരുമ്പം IT-ക്ക് നമ്മളെപ്പോഴും പറ്റുന്ന ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ എല്ലാ പദ്ധതിയും നമ്മൾ പറയുമ്പം ഭൂമിയില്ല എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ലഭ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പല പദ്ധതികളും മുടങ്ങിപ്പോകുന്നത്. ഏത് സർക്കാരിന് വന്നാലും, അതിപ്പം ഈ സർക്കാരായാലും വേറെ സർക്കാർ വന്നാലും, നമ്മൾ ക്ലിയറായിട്ടൊരു മാസ്റ്റർ പ്ലാൻ കേരളത്തിന് വേണം. ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല. ഞങ്ങളുടെ കണക്ക് പ്രകാരം ഏകദേശം 10-15 ലക്ഷം ഏക്കർ ബാക്കിയുള്ളൂ കേരളത്തിൽ. അപ്പോൾ 15 ലക്ഷം ഏക്കർ ഉള്ളപ്പം ഓരോ സ്ഥലത്തും എന്തൊക്കെ വരണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വ്യക്തത വന്നില്ലെങ്കിൽ നമ്മൾ ഉള്ള ഭൂമി നമ്മൾ നശിപ്പിച്ച് കളയുക. സെക്കൻഡ്, ഭൂമി അക്വയർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് തന്നെ നല്ല രീതിയിൽ പുതിയ പദ്ധതിക്ക്, കാര്യം നമ്മൾ നാളെ ഫ്യൂച്ചറായിട്ട് വരാൻ പോകുന്ന പല പുതിയ പ്രോജക്ട്സ് ആയിരിക്കും. ഇന്ന് നമ്മൾ ഒരിക്കലും 20 വർഷം മുമ്പ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ നമ്മളാരും ഓർത്തില്ല. അതേപോലെ നമ്മൾ ഇന്നിരിക്കുമ്പോൾ ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന പദ്ധതി എന്താണെന്ന് നമുക്കറിയാം. അതിന് പോലെയുള്ള സ്ഥലം നേരത്തെ മുൻകൂട്ടി കണ്ടുവച്ച് നമ്മൾ പദ്ധതിക്ക് വേണ്ടി ലാൻഡ് എടുക്കണം. ഇപ്പോൾ തമിഴ്നാട് തന്നെ നമ്മളെക്കാളും എത്രയോ മുന്നിൽ പോയി 5000 ഏക്കർ എടുത്തു കഴിഞ്ഞു അവിടെ. അപ്പോൾ ആർക്കാണ് നഷ്ടം? നമുക്കാണ് നഷ്ടം. നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനം ആയതുകൊണ്ട് നമുക്ക് പറയാം, നമുക്കൊന്നുമില്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവർഫ്ലോ ഇവിടെ വരുമെന്ന് പറയാം. പക്ഷെ അല്ലാതെ പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കേരള ഗവൺമെൻറ് കിട്ടുന്ന വരുമാന നഷ്ടം, നല്ല രീതിയിലുള്ള വരുമാന നഷ്ടം. കാരണം ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യും, എന്നിട്ട് തിരിച്ചിവിടെ നിന്ന് താമസിക്കും. പിന്നെയുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം തിരുനെൽവേലി ഇൻഡസ്ട്രിയൽ കോറിഡോർ. ഈ കോറിഡോർ ഇങ്ങോട്ട് വരണം. അതുപോലെ ഇപ്പോൾ നേരത്തെ ബാംഗ്ലൂർ കോറിഡോർ അവർ പറഞ്ഞല്ലോ, അന്ന് ഒരു കോറിഡോർ കൊച്ചി വരെ വന്നിട്ടുള്ളൂ.
അത് പക്ഷേ കൊച്ചിയിൽ ഇങ്ങോട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ആ കോറിഡോർ അവിടെ നിൽക്കുക. അപ്പോൾ ആ കോറിഡോർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ കോറിഡോറായിട്ട് ലിങ്ക് ചെയ്താൽ ഇത് ഹോൾ കേരള വിൽ ബി ഇൻഡസ്ട്രിയലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് മാറും. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് നോൺ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസേ ഉള്ളൂ ഇവിടെ. വലിയ ഹെവി ഇൻഡസ്ട്രീസ് കേരളത്തിൽ വരില്ല, സ്ഥലമില്ല. അപ്പോൾ നോൺ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസിന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ പ്രോജക്ട്സ് പോകണം. അത് ടൂറിസം, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ നമ്മൾ IT, പിന്നെ എഡ്യൂക്കേഷൻ, നോളജ് ഇൻഡസ്ട്രി. ഇപ്പോൾ നമ്മൾ നോളജ് സിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം സംസ്ഥാന സർക്കാർ പറയുന്നു പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് വരാനായിട്ടുള്ള ബില്ല് പാസ്സാക്കി. അതിപ്പം ബില്ല് എനിക്കൊന്ന് ഗവർണറുടെ കയ്യിലിരിക്കുക, പാസ്സായി വന്നാൽ മാത്രമേ അത് വരുള്ളൂ. ആ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബാക്കിയൊരു യൂണിവേഴ്സിറ്റിയായിട്ട് ടൈപ്പ് ചെയ്ത് ഒരു പുതിയ ക്യാമ്പസസ് ഇവിടെ വരാം. അവർക്ക് ഇവിടെ തന്നെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ പുതിയൊരു യൂണിവേഴ്സിറ്റി, പുറത്തുള്ള യൂണിവേഴ്സിറ്റിക്ക് ഇവിടെ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ എക്കോസിസ്റ്റം ഇവിടെ ലഭ്യതയായിട്ട് നിൽക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, തിരുവനന്തപുരത്തുള്ള ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ കാണുന്നത്, ഇപ്പം നമ്മൾ എടുക്കുക ഫോർ എക്സാമ്പിൾ നമ്മുടെ പൂജപ്പുര ജയിൽ. പൂജപ്പുര സെൻട്രൽ പ്രിസൺ 7 ഏക്കറാണ്. ചുറ്റും കിടക്കുന്ന സ്ഥലം 43 ഏക്കർ. 50 ഏക്കർ ഭൂമിയാണ് സിറ്റിക്കകത്ത് നിൽക്കുന്നത്. നമുക്ക് ഈ 50 ഏക്കർ ഇത്രയും വിലപിടിപ്പുള്ള ഭൂമി അങ്ങനെ ഈ ഒരു ഹാർഡ് കോർ ക്രിമിനൽസിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഇവർക്കെല്ലാം ശിക്ഷ വന്ന് ഇവർക്ക് പല പണിഷ്മെൻറ്റ് കഴിഞ്ഞിട്ട് സെൻട്രൽ ജയിലിൽ ആണ് അവർ ഇംപ്രിസൺമെൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഈ ആൾക്കാർ ഇവിടെ താമസിപ്പിക്കണം. സിറ്റിക്കകത്ത് കൊണ്ടുപോയിക്കൂടെ? സിറ്റി വിട്ട് ഈ 50 ഏക്കർ ഫ്രീ ആക്കിക്കൂടെ? അതൊരു സിറ്റി ഓപ്പൺ സ്പേസ് ആക്കിക്കൂടെ? കാരണം സിറ്റിയുടെ ആൾക്കാർക്ക് പോയിരിക്കാനും ഒരു ഓപ്പൺ സ്പേസ്. കാരണം എല്ലാ സിറ്റിയിലും ഒരു ടൗൺ സ്ക്വയർ ഉണ്ട്, വെളിയിലുള്ള സിറ്റിയിൽ. അതുപോലെ ഒരു ടൗൺ സ്ക്വയർ ഇവിടെ ആക്കിക്കൂടെ? അപ്പം അതുകൂടാതെ ഇപ്പോൾ ചില അതിനകത്തുള്ള ആ സ്ഥലം കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാൽ പല രീതിയിലുള്ള പ്രോജക്ട്സ് അവിടെ വരാം. ഫോർ എക്സാമ്പിൾ ഊളംപാറ ഹോസ്പിറ്റൽ, മെൻ്റൽ ഹോസ്പിറ്റൽ 36 ഏക്കർ. അവിടെ 33 വാർഡുകൊണ്ട് 500 പേഷ്യൻസും ഉണ്ട്. 1870 വന്ന ഏറ്റവും ഹിസ്റ്റോറിക്കായിട്ട് ഹെറിറ്റേജ് ആയിട്ടുള്ള സ്ഥലമാണ്. അത് മൊത്തം നശിപ്പിച്ച് കളയണമെന്ന് ഞാൻ പറയുന്നില്ല. ആ ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള സ്ഥലം 36 ഏക്കറിൽ 10 ഏക്കർ അവർക്ക് കൊടുക്കുക. 26 ഏക്കർ സംസ്ഥാന സർക്കാർ, ഏത് സർക്കാരായാലും ബാംഗ്ലൂർ എവിടെയും പോയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ സയൻസസ്, മെൻ്റൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വരുന്ന സ്റ്റേറ്റ്, സൂയിസൈഡ് നടക്കുന്ന ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിൽ. അപ്പോൾ ആ ഡിപ്രഷൻ വരുന്ന ആൾക്കാർ കൂടുതലുണ്ട്, സൂയിസൈഡ് നടക്കുന്ന കൂടുതലുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ സയൻസസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തീർച്ചയായിട്ടും അവിടെ സ്ഥാപിക്കുക. ദാറ്റ് വിൽ ബി ദ റൈറ്റ് പ്ലേസ്. 20 ഏക്കറോളം അവിടെ ഉണ്ട്. ചിത്ര മെഡിക്കൽ സെൻറ്ററിൻ്റെ മുടമുള്ള ഭൂമിയുണ്ട്, ഏകദേശം 10-30 ഏക്കറോളം അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ടും നമ്മൾ മനസ്സിലാക്കുന്ന തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റിസർച്ച് ക്ലസ്റ്ററാണ്. എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനും തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം റിസർച്ച് ഹബ്ബാക്കി മാറ്റുക. ഇതൊന്ന്. പിന്നെ നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ, ഈ സ്റ്റുഡിയോ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇപ്പം പുതിയ ടെക്നിക്സും അവരിപ്പം ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ ശ്രീ K. മധു നല്ല രീതിയിൽ അത് തീർക്കാനായിട്ട് ശ്രമിക്കുന്നു. തീർത്ത് കഴിഞ്ഞപ്പോൾ 200 കോടി രൂപയുടെ പദ്ധതിയാണ്. അത് തീർത്ത് വരുമ്പോൾ നല്ല രീതിയിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സും ടെക്നോളജി കൊണ്ടുവന്നാൽ ഫിലിം ഷൂട്ടിങ്സൊക്കെ ഇവിടെ വരാൻ തുടങ്ങും. കേരള ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുക. ഇതൊരു സൈഡ്. ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം കിടക്കുന്നു. ഇത് എത്ര നാളായിട്ട് ഇങ്ങനെ ആ സ്റ്റേഡിയം ഒരു തീരുമാനമില്ലാതെ അവിടെ ഇങ്ങനെ ഏതോ ഒരു ILFSൻ്റെ ഇഷ്യൂ പറഞ്ഞാൽ അവിടെ കിടക്കുക. ഇത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതുകൂടെ അതിന് ചുറ്റുപാടുള്ള അത്രയും സ്ഥലങ്ങളെടുത്തിട്ട് നമുക്കവിടെ ഒരു ട്രേഡ് ഫെയർ നടത്താനുള്ള സ്ഥലം അവിടെ ഉണ്ട്. ഇവിടെ ട്രേഡ് ഫെയർ നടത്താൻ, ഒരു എക്സിബിഷൻ നടത്താൻ ഒരു സ്ഥലം ഇല്ല അവിടെ. അപ്പം നമുക്ക് ഓരോന്നും ലോങ് വിഷനോടെ നോക്കി, ട്രിവാൻഡ്രം ഷുഡ് ബി എ സിറ്റി ഫോർ എവറി ജനറേഷൻ. ജനിച്ച കൊച്ചു മുതൽ മരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള എല്ലാ സിറ്റിയിലുള്ള എല്ലാ രീതിയിലുള്ള അമ്യൂണിറ്റീസും ഇവിടെ കാണണം. ഇതാണ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഒരു സാധനം. അപ്പോൾ നമ്മുടെ തലസ്ഥാനമാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് തലസ്ഥാനമാണ്. ഇത് തിരുവനന്തപുരംകാരുടെ മാത്രം റിക്വസ്റ്റ് അല്ല. ഇത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി, നമ്മുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ള ഒരു ഹെഡാണ്. നമ്മൾ ഡൽഹി പറയുന്ന പോലെ, ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഡൽഹി മോശമായി ഇരുന്ന് കഴിഞ്ഞാൽ ആരാ ഡൽഹി? നമ്മുടെ രാജ്യത്തിനെ പറ്റി ആൾക്കാർ ഇമ്പ്രഷൻ മാറത്തില്ലേ? അതേപോലെ കേരളത്തിൽ വരുന്ന ഒരാൾ തിരുവനന്തപുരത്ത് വരുമ്പം തിരുവനന്തപുരത്ത് കാണുന്ന വികസനം മൊത്തം കാണുമ്പോഴാണ് കേരളത്തിൽ മൊത്തം വികസിക്കാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് നമ്മൾ വികസിത് ഭാരത് എന്ന് പറയുന്ന മോഡിജി പറയുന്ന പോലെ വികസിത് ട്രിവാൻഡ്രം തന്നെ ആദ്യം നടക്കണം. വികസിത് ട്രിവാൻഡ്രം, വികസിത് കേരള ആൻഡ് വികസിത് ഭാരത്. ദെൻ ഓൺലി ദിസ് തിങ് വിൽ ഹാപ്പൻ. കൂടാതെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പം തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ പ്രശ്നം രാജ്ഭവൻ്റെ സമരം, റോഡ് ബ്ലോക്ക് ചെയ്യുക. സെക്രട്ടറിൻ്റെ അവിടെ എന്നും തടസ്സവും അടിയും ബഹളം.
ഇവർക്കൊക്കെ സമരം ചെയ്യാനുള്ള സ്ഥലം കൊടുക്കും. ഞാൻ സമരത്തിനെതിരല്ല. സമരം ചെയ്യാനുള്ള ആൾക്കാർക്ക് നന്നായുള്ള സ്ഥലം കൊടുത്ത് എല്ലാ രീതിയിലും മീഡിയ കവറേജ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലം കണ്ടെടുത്ത് കൊടുത്താൽ ഈ ഇരിക്കുന്ന സമരങ്ങൾ റോഡിന് അങ്ങ് മാറ്റുക. അപ്പോൾ സിറ്റിക്കകത്ത് ഈ മാർഗ്ഗ തടസ്സം ഇല്ലാതെ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇത് ഇന്ന് രാവിലെ ഞാൻ പോയപ്പം രാജ്ഭവനോട് മൊത്തം ബ്ലോക്ക് ചെയ്തിരിക്കുക, റോഡിൽ കസേരയിട്ടിരിക്കുക. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നോ റോഡോ പേയ്മെൻറ്റോ ഒന്നും ബ്ലോക്ക് ചെയ്യാതെ വേണം സമരം ചെയ്യും. പക്ഷേ ഇതൊന്നും ആരും കേൾക്കാറില്ല. ചേംബർ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. ചേംബർ 2 കേസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഈ സമരങ്ങൾ നിരോധിക്കണം ഈ മേഖലയിൽ, പ്രത്യേകിച്ച് രാജ്ഭവൻ്റെ അവിടെയും സെക്രട്ടറിൻ്റെ അവിടെയും. എന്നിട്ട് ഇവർക്ക് പ്രത്യേക സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അത് നടക്കുന്നില്ല. കാര്യം അതിങ്ങനെ കോടതിയിൽ നിൽക്കുന്നു. കാര്യം ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. കാര്യം ഗവൺമെൻറ് എന്ത് സ്റ്റാൻഡേർഡ് അവർ പറയുന്നത്, വി ഹാവ് ഗിവൻ ഇനഫ് ആൻഡ് മോർ ഇൻസ്ട്രക്ഷൻ ടു ദ ഗവൺമെൻറ് ദാറ്റ് ദ റോഡ് ഷുഡ് നോട്ട് ബി ബ്ലോക്ക്. ഫ്രീഡം ഓഫ് what do you call എക്സ്പ്രഷൻ പോലെ ഫ്രീഡം ഓഫ് വാക്കിംഗ്, ആൾക്കാർക്ക് നടക്കാനുള്ള ഫ്രീഡം കൊടുക്കുക, അവർക്ക് സഞ്ചരിക്കാനുള്ള ഫ്രീഡം കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് തടസ്സമില്ലാതെ കൊടുക്കുമ്പം പാലിക്കുന്ന ജോലി മാത്രമേ സർക്കാരിനുള്ളൂ. അപ്പോൾ സർക്കാർ അത് പാലിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ള സിറ്റിക്കകത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതിന് ഇവിടെ മാത്രം കേരളം ഒട്ടാകെയുള്ള പ്രശ്നമാണ്. പക്ഷേ തിരുവനന്തപുരത്തുള്ള വേസ്റ്റ് വൺസ് അപ്പോൺ എ ടൈം ട്രിവാൻഡ്രം യൂസ് ടു ബി ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ദ കൺട്രി. ട്രിവാൻഡ്രം ഇത് എങ്ങനെ താഴോട്ട് പോയി? അപ്പോൾ ആൾക്കാർ ഇത്രയും ലിറ്ററേറ്റ് ആണ്, ആൾക്കാർ നല്ല പഠിത്തവും വിവരമുള്ള ആൾക്കാരാണ്. പക്ഷേ ഇത് പ്രോപ്പറായിട്ടുള്ള ഇത് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നാൽ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയേ പറ്റൂ. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സ്ട്രേ ഡോഗ് മെയിൻ്റനൻസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ തെരുവ് നായ്ക്കൾ വരുന്ന കാരണം എന്താണ്, വേസ്റ്റ് പുറത്ത് കിടക്കുന്നുണ്ട്. ഇത് മാനേജ് ചെയ്ത് പോയാൽ തന്നെ പകുതി പ്രോബ്ലം സിറ്റിയുടെ ബ്യൂട്ടിക്ക് വരും. സിറ്റിക്കകത്തുള്ള എല്ലാ രീതിയിലും മരങ്ങൾ നടുക. ഇപ്പോൾ തന്നെ രാജഭരണകാലത്ത് നട്ട മരങ്ങളാണ് നമ്മളിപ്പം ഈ ഇരിക്കുന്ന കവടിയാർ മുതൽ പാളയം വരെ വരുന്നത്. അത് കഴിഞ്ഞ് ആരും മരം നട്ടിട്ടുണ്ട്? ആരും നട്ടിട്ടില്ല. അപ്പോൾ മരം നടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. സിറ്റിയുടെ മതിൽ ഇപ്പോൾ ആർട്ടീരിയ ഞങ്ങൾ പറയുന്നത് സിറ്റിക്കകത്തുള്ള എല്ലാ മതിലും നല്ല രീതിയിൽ ആർട്ടിസ്റ്റിക്കായിട്ട് പെയിൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റേഡിയം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഡിയം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം പെയിൻറ്റ്. അതേപോലെ എല്ലാ സ്ഥലത്തും ആർട്ടീരിയ വന്നാൽ സിറ്റിക്കകത്ത് ആൾക്കാർ ചുവര എടുത്ത് നിർത്തും, പോസ്റ്റർ ഒട്ടിക്കുന്ന നിർത്തും. അപ്പോൾ അത് വരുമ്പോൾ സിറ്റി ബ്യൂട്ടിഫുള്ളായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മൊത്തം നമ്മൾ കാണിക്കുക ഒരു നമ്മൾ സിറ്റി ഷോക്കേസ് ചെയ്യുമ്പം വരുന്ന ഡിഗ്നിറ്ററീസ് വരുമ്പം അവർക്ക് തോന്നണം നമ്മൾ കേരളത്തിൽ വന്നു, ട്രിവാൻഡ്രത്ത് വരുന്നു, കാണുമ്പോൾ ഈ ട്രിവാൻഡ്രത്ത് കാണുന്നതായിരിക്കും കേരളം ഒട്ടാകെ കാണുന്നതിനുള്ള തോന്നൽ വരുത്തിയാൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുള്ളൂ. അല്ലാതെ നമ്മൾ വന്നിരുന്ന സിറ്റിക്കകത്തുള്ള ബഹളം, സമരം, ഡൈവേർഷൻ, ട്രാഫിക് ബ്ലോക്ക്, കല്ലെറിയലൊക്കെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരത്തില്ല. ഇത് സിമ്പിളുള്ള കാര്യം. ഏത് ഗവൺമെൻറ് വന്നാലും ഇങ്ങനെ തീരുമാനം എടുക്കാനുള്ള ചങ്കുറ്റം ഉണ്ടായേ പറ്റൂ. അത് UDF ആവട്ടെ, LDF ആവട്ടെ, BJP ആവട്ടെ, 3 പാർട്ടിക്കാരും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും കാണാൻ താല്പര്യമില്ല, സമരം താല്പര്യമില്ല, ഇപ്പോൾ TV പോലും അവർ കാണുന്നില്ല, ടെലിവിഷൻ ചാനലിൽ ന്യൂസ് അവർ ചർച്ച പോലും കാണാൻ തയ്യാറല്ല. അവർക്കിതൊന്നും താല്പര്യം, അവർ ദിസ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് അവർ പറയുന്നത്. കുറേ പ്രായമായിട്ട് നമ്മളുള്ള ആൾക്കാർ നമ്മൾ കുറച്ച് കേട്ടോണ്ട്, ബട്ട് ആർക്കാർക്കും ഇല്ല. പുതിയ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഇതൊരു താല്പര്യമില്ല. അപ്പോൾ അവരെ നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ്, അവർക്കുണ്ട എക്കോസിസ്റ്റം, അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത, സ്റ്റാർട്ടപ്സ് വരാനാണെങ്കിൽ സ്റ്റാർട്ടപ്സിനുള്ള എക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക. MSME, ആ ഏറ്റവും കൂടുതൽ MSME ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേരളത്തിൽ, ആ MSME ഒക്കെ യാഥാർത്ഥ്യമാക്കിയെടുക്കുക. അങ്ങനെ വിമൻ എംപവർമെൻറ്റ്, പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത്. പിന്നെ സേഫ് സിറ്റി, തിരുവനന്തപുരം സേഫ് സിറ്റി ആവണം. നമുക്കൊരിക്കലും ക്രൈം ഏറ്റവും കുറവുള്ള സിറ്റിയായി മാറണം. എല്ലാ സ്ഥലത്തും ക്യാമറയുണ്ട്, കടക്കാർക്ക് ക്യാമറയുണ്ട്, കോളനിയിൽ റെസിഡൻഷ്യൽ കോളനി ക്യാമറയുണ്ട്. അങ്ങനെ വരുമ്പം ഏത് സമയത്തും പോലീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും അണ്ടർ ഒബ്സർവേഷൻ, അണ്ടർ സർവേലൻസ് എന്നൊരു ഫീലിംഗ് വന്നാൽ സിറ്റി സേഫ് ആവും. ഇതൊക്കെ നമ്മുടെ സ്വപ്നമാണ്, ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ സ്വപ്നമാണ്, നിങ്ങളുടെയും സ്വപ്നമാണ്. പക്ഷേ ഇത് യാഥാർത്ഥ്യമാവുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നമ്മളെല്ലാം ഒന്നിച്ച് നിന്നാൽ, തിരുവനന്തപുരത്തുള്ളവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന റൈസിംഗ് ട്രിവാൻഡ്രം വിൽ ബി എ ഡെവലപ്ഡ് ട്രിവാൻഡ്രം ഇൻ അദർ 5 years. ഈ വരുന്ന സർക്കാരെങ്കിലും തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഒരു വികസിത തലസ്ഥാന നഗരി എന്നൊരു കാഴ്ചപ്പാടിലൂന്നി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം അൻഫ്രീ ഡിസൂസ.